സൂര്യോദയം പിങ്ക് സ്വർണ്ണ നിറങ്ങളിൽ ആകാശം വരച്ച ശാന്തമായ ഗ്രാമത്തിൽ കവി എന്ന ബഹുമാനപ്പെട്ട സെൻ ഗുരു ജീവിച്ചിരുന്നു. സമതുലിതവും ശ്രദ്ധാപൂർവവുമായ ജീവിതം നയിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ എല്ലാ പ്രായത്തിലുമുള്ള ഗ്രാമീണർ അന്വേഷിച്ചു. ഒരു സുപ്രഭാതത്തിൽ റിയ എന്ന കൗതുകമുണർത്തുന്ന ഒരു യുവതി തളർച്ചയില്ലാതെ ഉണരുന്നതിൻ്റെ രഹസ്യമെന്തെന്നറിയാൻ ആകാംക്ഷയോടെ മാസ്റ്റർ കവിയെ സമീപിച്ചു. കണ്ണുകളിൽ ഒരു തിളക്കത്തോടെ മാസ്റ്റർ കവി ഒരു കഥ മെനയാൻ തുടങ്ങി. അത് റിയയെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രഭാതചര്യയിലേക്ക് നയിക്കും. 1. പകൽ സമയത്ത് ശാന്തത വളർത്തുക. മാസ്റ്റർ കവി പറഞ്ഞു തുടങ്ങി. റിയ, ഉന്മേഷത്തോടെ എഴുന്നേൽക്കാനുള്ള താക്കോൽ നിങ്ങളുടെ ദിവസം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിലാണ്. ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും നിമിഷങ്ങൾ സ്വീകരിക്കുക. അനാവശ്യ പിരിമുറുക്കങ്ങളും അരാജകത്വങ്ങളും ഒഴിവാക്കുക. നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇത് പൂന്തോട്ടം പരിപാലിക്കുന്നത് പോലെയാണ്. പകൽ സമയത്ത് ശാന്തമായ അന്തരീക്ഷം നട്ടുവളർത്തുക. പ്രഭാതമെത്തുമ്പോൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കും. 2. ബെഡ് അപ്രോച്ച്. കിടക്കാൻ എങ്ങനെ തയ്യാറെടുക്കണം. ഉദ്ദേശത്തോടെ നിങ്ങളുടെ കിടക്കയെ സമീപിക്കുക. കവി മാസ്റ്റർ തുടർന്നു. ഇത് വിശ്രമത്തിനുള്ള ഒരു പുണ്യ സ്ഥലമായിരിക്കട്ടെ. ഉറങ്ങുന്നതിന് മുമ്പ് ദിവസത്തിൻ്റെ ആകുലതകൾ ഒഴിവാക്കുക. ആഴത്തിൽ ശ്വസിക്കാനും നന്ദി പ്രകടിപ്പിക്കാനും കുറച്ച് നിമിഷങ്ങൾ കൂടി എടുക്കുക. വ്യക്തമായ മനസ്സോടെയും പോസിറ്റീവ് എനർജിയോടും കൂടി നിങ്ങളുടെ കിടക്കയെ സമീപിക്കുമ്പോൾ നിങ്ങൾ അതിനുള്ള വേദിയൊരുക്കുന്നു. ശാന്തമായ രാത്രി ഉറക്കം. 3. ശുദ്ധമായ ശരീരം, ശുദ്ധമായ മനസ്സ്, ഉള്ളിലെ ഐക്യം. വൃത്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കവി മാസ്റ്റർ സംസാരിച്ചു. ശുദ്ധമായ ശരീരം ശുദ്ധമായ മനസ്സിന് സംഭാവന ചെയ്യുന്നു. സ്വപ്നങ്ങളുടെ മണ്ഡലത്തിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പ് സ്വയം ശുദ്ധീകരിക്കുക. ഇത് ശാരീരിക ശുചിത്വം മാത്രമല്ല, മാനസികാസ്വസ്ഥതകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഓരോ തുള്ളി വെള്ളത്തിലും ഒരു ദിവസത്തെ ഭാരം കുറയ്ക്കുന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരം ശുദ്ധീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അങ്ങനെയാവുന്നു. 4. സ്ലീപ്പിംഗ് പൊസിഷൻ, ഇടതുവശത്തുള്ള വിശ്രമം. ഇപ്പോൾ നിങ്ങളുടെ ഉറങ്ങുന്ന സ്ഥാനം പ്രധാനമാണ്. മാസ്റ്റർ കവി വിശദീകരിച്ചു. നിങ്ങളുടെ ഇടതുവശത്ത് കിടക്കുക. ഈ സ്ഥാനം ദഹനത്തെ സഹായിക്കുകയും മെച്ചപ്പെട്ട രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തെ അതിൻ്റെ സ്വാഭാവിക താളങ്ങളുമായി യോജിപ്പിക്കുന്നു. ഒരു നദി അതിൻ്റെ ഗതിയിൽ അനായാസമായി ഒഴുകുന്നത് പോലെ രാത്രിയിലും നിങ്ങളുടെ ഊർജം ഒഴുകണം. 5. ഒരിക്കൽ ഉണർന്നാൽ ഉണർന്നിരിക്കുക. പ്രഭാതത്തെ ആലിംഗനം ചെയ്യുക. പ്രഭാതത്തിൻ്റെ ആദ്യ വെളിച്ചം ആകാശത്തെ ചുംബിക്കുമ്പോൾ റിയ അതിനെ ആശ്ലേഷിക്കൂ. കവി മാസ്റ്റർ ആഹ്വാനം ചെയ്തു. നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ചുരുണ്ടുറങ്ങാനുള്ള പ്രലോഭനത്തെ ചെറുക്കുക. പ്രഭാതം ഒരു മാന്ത്രിക പരിവർത്തനമാണ്. ലോകം ഉണർന്നിരിക്കുന്ന ഒരു സമയം. നിങ്ങൾ കണ്ണു തുറന്നാൽ ഒരിക്കൽ ഉണർന്നിരിക്കുക വഴി നിങ്ങളുടെ ദിവസം ചൈതന്യത്തോടെ നിറയ്ക്കുന്നു. ജലാംശവും ചലനവും. ഉണരുമ്പോൾ കവി തുടർന്നു. നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം നൽകുക. ജലം ജീവൻ്റെ അമൃതമാണ്. മണിക്കൂറുകളോളം വിശ്രമിച്ചതിന് ശേഷം അത് നിങ്ങളുടെ ശരീരത്തിൽ ഊർജം നിറയ്ക്കുന്നു. കൂടാതെ മൃദുവായ വാമപ്പ് വ്യായാമങ്ങളിൽ ഏർപ്പെടുക. ഇത് കർശനമായിരിക്കേണ്ടതില്ല. ലളിതമായ സ്ട്രെച്ചുകൾ അല്ലെങ്കിൽ ഒരു ഹ്രസ്വമായ യോഗ ദിനചര്യ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഉത്തേജിപ്പിക്കുകയും വരാനിരിക്കുന്ന ദിവസത്തിനായി നിങ്ങളെ തയ്യാറാക്കുകയും ചെയ്യും. മാസ്റ്റർ കവി ജ്ഞാനത്തിൻ്റെ ഈ മുത്തുകൾ പങ്കുവയ്ക്കുന്നത് റിയ ശ്രദ്ധയോടെ കേട്ടു. ഉപദേശത്തിൻ്റെ ലാളിത്യവും പ്രായോഗികതയും അവളിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചു. റിയ ഈ പഠിപ്പിക്കലുകൾ സ്വീകരിച്ചപ്പോൾ അവളുടെ പ്രഭാതങ്ങൾ ഒരു പരിവർത്തന യാത്രയ്ക്ക് വിധേയമായി. അവളുടെ പെരുമാറ്റത്തിൽ ഒരു പുതിയ തിളക്കം ഗ്രാമം ശ്രദ്ധിച്ചു. മനസ്സോടെയുള്ള പ്രഭാത ദിനചര്യയുടെ പുനരുജ്ജീവന ശക്തിയുടെ തെളിവാണത്. If you love to watch this video, you can like, share and subscribe.